എല്ലാ മാസവും നമ്മൾ ഓരോരോ പച്ചക്കറികൾ നടുന്നുണ്ടല്ലേ. അപ്പം ഈ മാസവും പച്ചക്കറികൾ നടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എളുപ്പമായിക്കോട്ടെ, ഇന്നത്തെ ഉറക്കമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിന്ന് 10 പച്ചക്കറികളൊക്കെ നടാം. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനിസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നവംബർ മാസത്തെ കൃഷി വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേരൊക്കെ കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും കുറച്ച് കൃഷികളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ മിനിസ് ലൈഫ് സ്റ്റൈൽ എന്ന ചാനൽ കാണുന്നുണ്ടെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വിത്തുകളൊക്കെ ആവശ്യമുണ്ട്, ഇതുവരെ നടാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റായ minisLifestyle.com ഒന്ന് വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ എല്ലാത്തരം വിത്തുകളും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ആദ്യം തന്നെ നമ്മുടെ തൊട്ട് മുന്നേ നമ്മൾ കാണിച്ചതായ വീഡിയോ ആണ് നമ്മുടെ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളിയൊക്കെ നട്ടിട്ട് അതിനകത്ത് വളമിട്ടതായ വീഡിയോ. അപ്പോൾ നമ്മുടെ ആ വളമൊക്കെ കൊടുത്തതിന് ശേഷം നമ്മുടെ ബ്രൊക്കോളിയും ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കുറേ കൂടെ ഉത്സാഹത്തോടെ വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചയോടെ കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ സ്ഥിതി തന്നെ അങ്ങ് മാറിക്കിട്ടും. അതിനകത്ത് ഹെഡൊക്കെ വിരിയാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ അതിന് ചേർത്ത വളമൊക്കെ നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പം നടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കോളിഫ്ലവർ, ക്യാബേജ്, ബ്രൊക്കോളി, ചൈനീസ് ക്യാബേജ്, അതുതന്നെ വയലറ്റ് ക്യാബേജ്, ഇതൊക്കെ നിങ്ങൾക്ക് നടാവുന്നതാണ്. അടുത്തെന്ന് പറഞ്ഞാൽ വഴുതനയാണ് കേട്ടോ. ഇത് 2 ടൈപ്പ് വഴുതനയാണ് നിൽക്കുന്നത്. ഇത് വൈറ്റ് വഴുതനയും ഇത് ഗ്രീൻ വൈറ്റ് വഴുതനയാണ് കേട്ടോ. അപ്പം നല്ല വലുപ്പത്തിൽ ഇതിൻ്റെയൊക്കെ ഇലയുടെയൊക്കെ വലുപ്പം കണ്ടോ. അപ്പം ഇതുപോലെ നിങ്ങളും വഴുതനയൊക്കെ നടുക. അതിനകത്ത് ചാണകം, എല്ലുപൊടി, ചാരം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നിർത്തിയിരിക്കുന്നതാണിത്. പിന്നെ ഇടയ്ക്ക് സൂഡോമോണസ് കലക്കി ഒഴിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഇലയ്ക്കൊന്നും വലിയ കേടൊന്നും ഇല്ലാതെ നന്നായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ആമവണ്ടമൊക്കെ വരുവാന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൈയോടെ അങ്ങ് കൊന്നു കളയാന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത കീടനാശികളൊന്നും നമുക്ക് തളിക്കേണ്ടതായിട്ട് വരത്തില്ല. പിന്നെ പൂക്കളൊക്കെ വരുമ്പോൾ കൊഴിഞ്ഞു പോകുകയെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് പിന്നെ പുക നമ്മൾ തട്ടിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പൂക്കളൊന്നും നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് കായ്കളായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ വരുന്നതായ ഓരോന്നിൻ്റെയും വിത്തുകൾ നമ്മൾ ഓരോ നുള്ളു വീതം എടുത്തിട്ട് ഇങ്ങനെ പാകി വെക്കുന്നതാണ്. ഇപ്പോൾ അതൊക്കെ കിളിച്ച് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാകി വയ്ക്കും. നന്നായി വരുമ്പോഴത്തേക്ക് ഒരു 5-6 ഇല പരുവാകുമ്പോഴത്തേക്ക് അതെല്ലാം പറിച്ചു മാറ്റി നടുകയും ചെയ്യും. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് ചീര നമ്മളിവിടെ വരുന്നതിൽ നിന്ന് ഒരു നുള്ളി ഞാൻ എടുത്തിട്ട് പാകി കിളിപ്പിച്ചതായിരുന്നു. പാകി കിളിപ്പിച്ചത് അത് ഒരു 5-6 ഇല പരുവൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനെ മാറ്റി നട്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഒരുപാടൊന്നും ഞാൻ നട്ടിട്ടില്ല, അത്യാവശ്യം മാത്രം. പിന്നെ തൊട്ടപ്പുറത്തായിട്ട് 2 പിന്നെ നമ്മുടെ വെണ്ട നിൽപ്പുണ്ട്. ഈ വെണ്ടയിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ്, നിങ്ങൾക്കും ഇതേപോലെയൊക്കെ സംഭവിക്കുമായിരിക്കും. ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ നിർത്തിയിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുവാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തണ്ടിനകത്ത് പുഴുവുണ്ട്. തന്നെയല്ല, ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളുത്തുള്ളി, പുളിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് വെളുത്തുള്ളി ചതച്ചിട്ട് സമൂലം തളിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളതായ രോഗം മാറിക്കിട്ടും. ഇതിങ്ങനെ ഉള്ളതിനെ നമ്മൾ കയ്യോടെ നുള്ളിക്കളയുക, എന്നിട്ട് എല്ലാത്തിലും ഇലയിലും തണ്ടിലും എല്ലാം വീഴത്തക്ക രീതിയിൽ ഇത് ഒഴിച്ചു കൊടുക്കണം. ഇതിവിടെ എന്ന് പറഞ്ഞാൽ കുറച്ച് വൈജയന്തി പയറാണ് നട്ടിരിക്കുന്നത്. വൈജയന്തി പയറൊക്കെ വള്ളി വീശാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വള്ളി വീശുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരു കമ്പൊക്കെ കുത്തി കൊടുത്തിട്ട് ഒരു വള്ളിയും കൂടെ ഒക്കെ കെട്ടി നമ്മൾ പന്തലിലോട്ട് കയറ്റി വിടുകയെന്നുണ്ടെങ്കിൽ അതിൽ ആ വള്ളിയിൽ നല്ലതുപോലെ പടർന്നങ്ങ് കയറി പൊക്കോളും. പിന്നെ ഇത് വൈജയന്തി പയർ. ഇവിടെ തൊട്ട് താഴെ നമ്മുടെ അർക്ക മംഗളപ്പയറാണ് നട്ടിരിക്കുന്നത്. ഒരു 4 ചട്ടിക്കകത്ത് അർക്ക മംഗള നട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 ഗ്രോ ബാഗിനകത്ത് ജ്യോതിക പയറാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ ജ്യോതിക 3 ടൈപ്പിലെ പയർ നട്ടിട്ടുണ്ട്. അത് വെറൈറ്റി ആയിട്ട് നമ്മളിങ്ങനെ നടുമ്പോഴും ഒരു രസമല്ലേ കാണാനായിട്ട്. അങ്ങനെ നട്ടു വെച്ചിരിക്കുന്നതാണ്. അതങ്ങോട്ട് വളർന്നു വരുന്നതേ ഉള്ളൂ. ആദ്യത്തെ വൈജയന്തിയിൽ പയറൊക്കെ പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതായി വരും. ഇത് ഈ പരുവായിട്ടുണ്ട്. മറ്റേത് വൈജയന്തി പയർ വള്ളി വീശാൻ തുടങ്ങി. ഇതിനകത്ത് 2 ഇല 3 ഇല പരുവായിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇവിടെ നമ്മൾ നട്ടേക്കുന്നതാണ്. ഇവിടെ പ്രായത്തിനനുസരിച്ച് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. നമുക്ക് എപ്പോഴും പയർ വെച്ചാനായിട്ട് സാധിക്കും. തൊട്ടപ്പുറത്തായിട്ട് തക്കാളിയാണ് നട്ടിരിക്കുന്നത്. തക്കാളി ഒരു ഗ്രോ ബാഗിനകത്ത് ഞാൻ കുറച്ച് പാകി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്തുനിന്ന് വലുതെല്ലാം നമ്മൾ പറിച്ച് മാറ്റി നട്ടു കേട്ടോ. അപ്പം ആദ്യം കുറച്ച് നട്ടു, വളരുന്നതിനനുസരിച്ച്. ഇന്നലെയാണ് കുറച്ച് ഇങ്ങനെ നട്ടിരിക്കുന്നതേ ഉള്ളൂ. അതൊക്കെ തല നൂന്നിങ്ങനെ വരുന്നതേ ഉള്ളൂ. ഇപ്പം കുറ്റിപ്പയറും അതേപോലെ തന്നെ പന്തൽ പയറുമായിട്ട് ഒരു 10-12 ഇനത്തിലെ പയർ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ തക്കാളി ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ വിത്തുകളും നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. അപ്പം ആവശ്യമൊക്കെ ഉള്ളവർ പെട്ടെന്ന് വാങ്ങിച്ച് നടുകയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നന്നായിട്ട് പടർന്ന് പന്തലിച്ച് വരികയും പയർ ഇഷ്ടം പോലെ പിടിക്കുകയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നന്നായിട്ട് പിടിക്കുകയും ചെയ്യുന്നതായ സമയമാണ്. പച്ചമുളക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും എന്നും ആവശ്യമുള്ള ഒന്ന് തന്നെയാണ്. ഇപ്പം പച്ചമുളകും പല വളർച്ചയിലുള്ളതായ പച്ചമുളകുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് നട്ടിട്ട് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങി. കണ്ടില്ലേ, കുഞ്ഞു പരുവാണ്, എങ്കിലും പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇതിനകത്തൊക്കെ ഞാൻ കോഴിവളമാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് വളർന്നു വരും. പുതിയ കോഴിവളം ഇടാതിരിക്കുക. സമ്പുഷ്ടീകരിച്ച ഒരു 2 മാസമെങ്കിലും പഴക്കമുള്ള കോഴിവളം ഇട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ആദ്യമൊക്കെ നട്ട് മുളകിനകത്ത് ഇഷ്ടം പോലെ മുളക് കണ്ടോ, നിറയെ പിടിച്ച് നിൽപ്പുണ്ട്.
അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ഇട്ടിട്ടുള്ളതായിരുന്നു. ഇതിന് എന്ത് വളം കൊടുത്താലാണ് ഇതേപോലെ കായൊക്കെ പിടിക്കുന്നുള്ളത്. അപ്പം ഒരു ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് ചാരം കലക്കിയിട്ട് കൊണ്ടുവന്ന് ഒഴിക്കാന്നുണ്ടെങ്കിൽ നിറയെ പച്ചമുളക് പിടിച്ചോളും. പിന്നെ കഞ്ഞിവെള്ളത്തിൽ എന്ന് പറഞ്ഞാൽ കുറുകുറാന്നുള്ള കഞ്ഞിവെള്ളം എടുക്കരുത്, ഡൈല്യൂട്ട് ചെയ്ത് മാത്രമേ കഞ്ഞിവെള്ളം ഉപയോഗിക്കാവൂ. അതുപോലെ ചാരവും ഒരുപാട് കൂടാനായിട്ട് പാടില്ല, എല്ലാം ആവശ്യത്തിന് മാത്രമേ കൊടുക്കാവൂ. ഇവിടെ എല്ലാം ഇഷ്ടംപോലെ പച്ചമുളക് പിടിച്ച് നിൽപ്പുണ്ട്, വേണ്ടല്ലോ, നിറയെ നല്ല വലിയ മുളകാണ്. ഈ നീളം മുളകിൻ്റെയൊക്കെ വിത്തുകൾ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ മുല്ലമോട്ട് ഇഷ്ടംപോലെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു 5-6 ഗ്രോ ബാഗിനകത്ത് വെണ്ടയ്ക്ക നട്ടിരിക്കുന്നതാണ്. അപ്പോൾ വെണ്ടയ്ക്ക നട്ടപ്പോൾ ചാണകപ്പൊടിയും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അതിനകത്താണ് നട്ടിരിക്കുന്നത്. വെള്ളത്തിൽ കുതിർത്തതൊന്നുമില്ല, ഡയറക്റ്റ് മണ്ണിൽ അങ്ങ് നട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ കുതിർക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ സൈറ്റിൽ നിന്ന് വാങ്ങുന്ന വിത്തുകൾ നിങ്ങൾ വെള്ളത്തിൽ കുതിർക്കാതെ ഡയറക്റ്റ് നട്ടിട്ട് അതിനകത്ത് വെള്ളം തളിച്ചു കൊടുത്തിരുന്നാൽ അതൊരു ഒരാഴ്ച, അല്ലെങ്കിൽ വലിയ വിത്തുകളാണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ അത് മുളച്ചു വരും. അപ്പോൾ ഇവിടെ 4 ഗ്രോ ബാഗിനകത്ത് ഞാൻ നട്ടേക്കുന്നത് നീളൻ പീച്ചിലാണ്. പീച്ചിങ്ങയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നട്ടവർക്കെല്ലാം അറിയാം. പിന്നെയും നടണമെന്ന് തോന്നുന്നതാണ് പീച്ചിങ്ങ എന്ന് പറയുന്നത്. കറി വയ്ക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. കറി വയ്ക്കാനത് തോരൻ വയ്ക്കാനും കൊഞ്ചിട്ടിട്ടൊക്കെ കറി വയ്ക്കാനും ഒക്കെ അടിപൊളിയാണ്. പിന്നെ ഇവിടെ ഒരു 4-5 ഗ്രോ ബാഗിനകത്ത് ചുരയ്ക്ക, നീളം ചുരയ്ക്കയാണ് നട്ടിരിക്കുന്നത്. ഇന്നലെ അങ്ങോട്ട് നട്ടതേ ഉള്ളൂ. അതിന് ഒരാഴ്ചയൊക്കെ എടുക്കും അത് വളർന്ന് വരാനായിട്ട്. നമ്മുടെ പറമ്പിലോട്ട് ഇങ്ങോട്ട് വരുമ്പോഴും നമ്മൾ കുറേ ബോൾസും നട്ടിട്ടുണ്ട് കേട്ടോ, ലൈനായിട്ട്. അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ നടന്നു പോകത്തക്ക രീതിയിൽ ലൈനായിട്ട് നട്ടിരിക്കുകയാണ്. അതിനകത്ത് സ്വല്പം ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മണ്ണൊക്കെ അടുപ്പിച്ച് കൊടുത്തിരിക്കുകയാണ്. ഇത് പൂവൊക്കെ പിടിക്കുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ നടന്നൊക്കെ പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം നമ്മളിനി ഓരോന്ന് നട്ടിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മുടെ സൈറ്റിലൂടെ കൊടുക്കുന്ന പടവലമാണ്. പടവലത്തിൻ്റെ ഒരു 5-6 എടുത്തിട്ട് ഞാനിങ്ങനെ പാകി വെച്ച് നോക്കിയതാണ്, മണ്ണിൽ തന്നെ നട്ടിട്ട്. അപ്പോൾ അതെല്ലാം നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി അതിനെല്ലാം പന്തലിനകത്തോട്ട് കൊണ്ടുപോയി നട്ടു കൊടുക്കണം, എങ്കിൽ മാത്രമേ നല്ലതുപോലെ പടർന്ന് പന്തലിച്ചൊക്കെ കയറി പോവുകയുള്ളൂ. ഈ മുളകൊക്കെ നട്ടിട്ടുണ്ടല്ലോ, അധികം ദിവസമൊന്നും ആയിട്ടില്ല. ഇത് ഒരുപാട് വെയിലുള്ള സ്ഥലത്ത് നമ്മൾ നടാതിരിക്കുക. ഭാഗികമായ വെയിൽ കിട്ടുന്നിടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മുളക് നല്ലതുപോലെ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വെയിൽ തട്ടുമ്പോഴാണ് മുളകിനൊക്കെ കുരുടിപ്പുണ്ടാകുന്നത്. അപ്പം നേരത്തെയൊക്കെ അത് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ഒരുപാട് ഡയറക്റ്റ് വെയിൽ കിട്ടുന്നിടത്ത് മുളക് നടാതെ ഇരിക്കുക, പെട്ടെന്ന് കുരുടിക്കാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ തുടക്കം മുതലേ കീടനാശിനികളൊക്കെ തളിച്ച് പോകുന്നവർക്കാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുരുടിപ്പൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരുമാതിരിയുള്ള തണലത്ത് നിങ്ങൾ നടാനായിട്ട് ശ്രമിക്കുക. എല്ലാ മുളക് തൈയും നന്നായിട്ട് വരുന്നുണ്ട്. ഇതും ഒരു നീളം മുളകാണ്. ഇത് നമ്മളിവിടെ കുറച്ച് വെണ്ടയ്ക്ക നട്ടിരിക്കുന്നതാണ്. വെണ്ട കണ്ട് കുഞ്ഞു പരുവത്തിലെ പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ചിലർക്കൊക്കെ ഉള്ളൊരു പരാതിയാണ്, കുഞ്ഞു പരുവത്തിലെ പൂക്കൾ വരുന്നു, കുഞ്ഞു കായ്കളാണെന്നൊക്കെ ഉള്ളൊരു പരാതിയുണ്ട്. പക്ഷേ എങ്കിലും നമ്മൾ എന്തുകൊണ്ടെന്നറിയാമോ, ഇത് വളവും മണ്ണും നമ്മൾ കയറ്റി കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഈ വെണ്ടയ്ക്കാണെന്നുണ്ടെങ്കിലും മറ്റേത് ചെടികളാണെന്നുണ്ടെങ്കിലും അതിനകത്ത് നല്ല മുഴുത്ത കായ്കൾ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങളും അതേപോലെ ചെയ്യുക. അതിനകത്ത് ജൈവ സ്ലറിയോ അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ചാണകപ്പൊടിയോ കോഴിവളമോ എന്തുണ്ടെങ്കിലും ഇങ്ങനെ ഓരോന്നിനെയും ചുവട്ടിൽ ഇട്ടിട്ട് മണ്ണൊക്കെ അടുപ്പിച്ചു കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പലതരത്തിലുള്ളതായ നമ്മുടെ വഴുതനകളാണ്. വഴുതനകൾ പിന്നെ വളർന്നു വരുമ്പോൾ അതിൻ്റെ ഇലയൊക്കെ മുരടിച്ചു പോകാനും അതേപോലെ തന്നെ പുഴുവൊക്കെ കയറാനും സാധ്യതയുണ്ട്. പെട്ടെന്ന് ഇലയൊക്കെ വാടി നിൽക്കും, തണ്ട് വാടി നിൽക്കും. അപ്പം നമ്മൾ ആ വാടി വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പം അങ്ങനെയൊക്കെ ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതിനനുസരിച്ച് നല്ല ശിഖരങ്ങൾ പൊട്ടി വരികയും ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പൂക്കൾ വരാനായിട്ട് തുടങ്ങും. അപ്പം നിങ്ങൾക്കും വഴുതന നടുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഇല വാടിയൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിലും ഇതേപോലെ മണ്ടയൊക്കെ ഇങ്ങനെ ചുരുണ്ട് കൂടിയൊക്കെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ അവിടം വെച്ച് നമ്മളങ്ങ് നുള്ളിക്കളഞ്ഞേക്കുക. അപ്പോൾ പുതിയ ശിഖരങ്ങൾ കുറേ അതിനകത്ത് വന്നോളും. ഇത് പല ടൈപ്പിലുള്ളതായ വഴുതനയാണ് ഈ നട്ടിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് പൊന്നാങ്കണ്ണി ചീരയാണ് നട്ടിരിക്കുന്നത്. പൊന്നാങ്കണ്ണി ചീര ഡയറക്റ്റ് വെയിൽ തട്ടുമ്പോഴത്തേക്കും, വെയിൽ തട്ടുന്നത് മാത്രമല്ല ഓരോ മാസവും എനിക്ക് തോന്നുന്നു ഓരോ കളറായിട്ട് വരുമെന്ന് തോന്നുന്നു. നമ്മുടെ എല്ലാം കോളീസ് ചെടി മാതിരിയാണെന്ന് തോന്നുന്നു. അപ്പം ഇതിനകത്ത് കണ്ട റെഡും ഗ്രീനും എല്ലാം ചേർന്നിട്ടുള്ളതാണ്. തൊട്ടപ്പുറത്തോട്ട് കൊണ്ട് റെഡായിട്ട് ഇങ്ങനെ നിൽക്കുന്നതുണ്ട്. ഇപ്പം കുറച്ച് നമ്മൾ ഇങ്ങനെ പച്ചക്കറി നടുമ്പോൾ അതിൻ്റെ കൂടെ ഇലവർഗ്ഗങ്ങളൂടെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാണല്ലോ. അപ്പം പൊന്നാങ്കണ്ണി ചീര കണ്ണിനൊക്കെ വളരെ നല്ലതാണ്. നടാനൊക്കെ ഉള്ളവർ എളുപ്പം നട്ടുകൊള്ളുക. ഇവിടെ എല്ലാം കുറച്ച് നമ്മൾ പാവലാണ് നട്ടിരിക്കുന്നത്. നട്ടിട്ട് അധികമൊന്നും ആയിട്ടില്ല, മണ്ണൊക്കെ അടുപ്പിച്ച് വളമൊക്കെ ഇട്ട് കൊടുത്ത് നിർത്തിയിരിക്കുന്നേ ഉള്ളൂ. ഇനി അത് നന്നായിട്ട് വളർത്തിയെടുക്കണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ സ്ലെറിയൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് വളർന്നു വരും. ചൂടും മഴയൊക്കെ ഒന്ന് മാറി ഇനി ചൂടാണെന്ന് തോന്നുന്നു, ചൂടും കാറ്റുമൊക്കെ ആണല്ലോ ഇനി വൃശ്ചിക മാസം. അപ്പോൾ അതിനെ നന്നാക്കി ഇനി എടുക്കണം. അപ്പം പലയിടത്തായിട്ട് കുറച്ച് പയർ നട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം നട്ടത് കൂടാതെ നമ്മുടെ പന്തലിനകത്തോട്ടും കുറച്ച് പയർ നമ്മളിവിടെ നട്ടിട്ടുണ്ട്.
എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഒരു രസവും, അതേപോലെ തന്നെ നമുക്ക് ഓടി വന്ന് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് വിളവെടുക്കാമല്ലോ. അത് ഒരു പ്രത്യേക സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പോൾ അത് കൂടാതെ തന്നെ നമ്മുടെ പഴയ പീച്ചിനകത്ത് വീണ്ടും കായ്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിൽക്കുന്നുണ്ട്, വെട്ടി കളയാമെന്ന് കരുതിയതാണ്. വീണ്ടും കുറച്ചുകൂടെ നിൽക്കട്ടെ എന്ന് കരുതിയതും ഇടയ്ക്കൊരു മഴയൊക്കെ കിട്ടിയതുകൊണ്ടും വീണ്ടും അതിനകത്ത് പൊട്ടി തളിർത്ത് കായ്കളൊക്കെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്ത് സന്തോഷമുള്ളൊരു കാര്യമല്ലേ. ഒരു ദിവസമൊക്കെ നമ്മുടെ ഉറക്കമൊക്കെ വെച്ചൊന്ന് കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുകയോ, പകൽ സമയം ഉറങ്ങാതിരിക്കുകയോ ചെയ്തിട്ട് ഇതേപോലെ 10 ടൈപ്പ് പച്ചക്കറികളൊക്കെ നടാമെന്നുണ്ടെങ്കിൽ നമുക്ക് മടുപ്പില്ലാതെ ഒരു 10 തരം പച്ചക്കറികൾ വെച്ചിട്ട് നമുക്ക് ഓരോ ദിവസവും നമുക്ക് കറികൾ വയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും ഇതേപോലെ കൃഷി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.